ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ബേസിക് ഗ്രേവി. നമുക്ക് ഉള്ളി വെച്ചിട്ട് ഉള്ളി ഫ്രൈ ചെയ്ത് അത് നമുക്ക് അരച്ചിട്ട് നമുക്കൊരു ബേസിക് ഗ്രേവി തയ്യാറാക്കാം. ഒരു മസാല ബേസിക് ഗ്രേവി. ഈ ഗ്രേവി വെച്ചിട്ട് നമുക്ക് ഏതൊരു ഡിഷും തയ്യാറാക്കാൻ പറ്റും. ഇപ്പം ഒരു കോളിഫ്ലവറിൻ്റെ ആണെങ്കിലോ ഒരു പൊട്ടറ്റോ ആണെങ്കിലോ ഒരു സോയ ചങ്ക്സിൻ്റെ ആണെങ്കിലോ ഏത് വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഏതൊരു കറി ഉണ്ടാക്കുവാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബേസിക് ഗ്രേവി തയ്യാറാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 2 ദിവസം ഈ ഗ്രേവി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യേണ്ട വെജിറ്റബിൾ ഏതോ അത് മാത്രം കുക്ക് ചെയ്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിപ്പം ബേസിക് ഗ്രേവി തയ്യാറാക്കി വെച്ചാലും കൂടുതൽ യൂസ് ചെയ്യരുത്. ഇന്ന് നാളെ 2 ദിവസത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെക്കാവുന്ന നല്ലൊരു ബേസിക് ഗ്രേവിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് നമുക്ക് ബിരിയാണിയിലൊക്കെ ഇടുന്നത് പോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ സവോള ഒന്ന് ഫ്രൈ ചെയ്ത് വരാനുള്ള അളവിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് റിഫൈൻഡ് ഓയിലോ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കത്തില്ല. എല്ലാവർക്കും അറിയാം ഇത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൂടുതലിട്ട് ഇളക്കാനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ ഇളക്കുമ്പോൾ അത് വഴറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് ഞാനിവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഗ്രേവിക്ക് വേണ്ടുന്ന സവോള ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പേസ്റ്റ്, തക്കാളിയുടെ ഒരു ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. അതിന് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഒരു 4 വറ്റൽമുളക്, ഇതൊരു 3 തക്കാളിയുണ്ട്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ ഞാനിത് കുറച്ച് ഒരു പച്ചപ്പുള്ള തക്കാളിയാണ്. നല്ല പഴുത്ത നല്ല ചുവന്ന തക്കാളി എടുക്കുക. അപ്പോൾ ഇത് ഇത്രയും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇതുപോലും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇത് 3 കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം സവാള ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ തണുക്കുമ്പോൾ കുറച്ചങ്ങ് ക്രിസ്പി ആവും. അതുപോലെ ഇതിൻ്റെ ഉള്ളിലിപ്പം ഓയിലുണ്ട്. ആ ഓയിലിലും കൂടെ കിടന്ന് ഒന്നുകൂടി ഇതൊന്ന് ഫ്രൈ ആകും. നമ്മൾ ഈ സമയത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ഇത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ആ ഒതിയിൽ നിന്ന് ഉള്ളിയെല്ലാം മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്കൊരു വഴനയില, അതുപോലെ പട്ട, ഒരു 3-4 ഗ്രാമ്പു, കുരുമുളക് ഒരു 6-7 കുരുമുളക്, ഇത്രയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് 3 കൂടി നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഞാൻ പിരിയൻ മുളകാണ് ഇട്ടിരുന്നത്, 4 പിരിയൻ മുളക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു റെഡിഷ് കളറുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. തക്കാളിയുടെ ഒന്നും പീസില്ലാതെ നന്നായിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇതിനകത്ത് നമ്മൾ വെള്ളം ഇപ്പോൾ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇപ്പം സിമ്മിലിട്ടു. ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ ഗരം മസാല, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. മുളക് അരച്ചിട്ടുണ്ട്. 4 മുളക് നമ്മൾ ഓൾറെഡി അരച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഇനി മുളക് പൊടി ചേർക്കാം. ഞാൻ 1 ടീസ്പൂണോളം പിരിയൻ മുളക്, നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ജീരകപ്പൊടി ആഡ് ചെയ്യുന്നവർക്ക്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരകപ്പൊടി ആഡ് ചെയ്യാം. ജീരകപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വേറൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ നമുക്കൊരു മസാല അങ്ങനെ ഒരു പേസ്റ്റ് തയ്യാറാക്കുമ്പം എനിക്കിപ്പം ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര പോരാ. അതുകൊണ്ട് ഞാൻ ജീരകം ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ജീരകം ആഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീരകം ആഡ് ചെയ്യാം. ജീരകമല്ല, ജീരകത്തിൻ്റെ പൊടി, ജീരകപ്പൊടി ആഡ് ചെയ്യാം. അതുപോലെ നമ്മൾ ഇപ്പം എണ്ണയിലേക്ക്
കുരുമുളകൊക്കെ ഇട്ടപ്പോഴത്തേക്കിനും അതിനകത്ത് വേണമെന്നുണ്ടെങ്കിലും ജീരകം ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം പൊടികളും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിയുടെ ഒരു പച്ച മണവും കൂടെ മാറുന്നത് വരെ നമുക്കൊരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഉള്ളി തണുത്തിട്ടുണ്ട്, ഒന്ന് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഉള്ളി ഫ്രൈ ചെയ്തത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച ആ പൊടികളുടെയൊക്കെ തന്നെ പച്ചമണവും മാറിയിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് അരച്ചെടുത്തതാണ്. അപ്പോൾ അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. ഫ്ലെയിം നമുക്ക് സിമ്മിലിട്ടുകൊണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒരു 2 മിനിറ്റ് കൂടി നമുക്കിതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിപ്പം വേറെ ഈ വെജിറ്റബിൾ ഒന്നും അല്ലെങ്കിൽ ഒന്നും തന്നെ നമ്മളിത് ആഡ് ചെയ്യുന്നില്ല. ഞാനിതൊരു ബേസിക് ഗ്രേവി ആയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിനി ഈ സമയത്ത് നമുക്കിതൊന്ന് 2 മിനിറ്റ് ഈ ഒരു സവോളയുടെ ആ പച്ചമണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് അരച്ചത് ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ആയി വരണം. മിക്സ് ആയതിന് ശേഷം എന്തായാലും ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. അതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സവോളയാണെന്നുണ്ടെങ്കിലും വഴറ്റിയപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാതെ വഴറ്റി നമുക്ക് ഫ്രൈ ചെയ്യേണ്ടതുകൊണ്ട് അപ്പോഴും നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അതുപോലെ തക്കാളിയുടെ പേസ്റ്റ് തയ്യാറാക്കിയപ്പോഴാണെങ്കിലും നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് അത് അരച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എല്ലാം നമ്മൾ പൊടികളും എല്ലാം ചേർത്തു. നല്ല പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് ചേർത്ത സവോളയുടെ ആണെന്നുണ്ടെങ്കിലും അത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനി ഈ സമയത്ത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട വെജിറ്റബിൾ ഏതാണോ. സോയ ചങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നത് പോലെ അതൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ സോയ ചങ്ക്സ് വേവിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നവരുണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ സോയ ചങ്ക്സ് ചേർക്കാം. അതല്ല പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഗ്രീൻ പീസ്, കോളിഫ്ലവർ, വെജിറ്റബിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതൊരു മസാല കറിക്കും എടുക്കാവുന്ന ഏതൊരു വെജിറ്റബിളും നമുക്ക് അതുപോലെ വഴുതനങ്ങ, ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്തതിന് ശേഷം ഇതിപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ആ ഒരു ഗ്രേവി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊരു ബേസിക് ഗ്രേവിയാക്കി നമുക്ക് ഇതുപോലെ ഇത്രയും പ്രോസസ്സ് ചെയ്ത് എടുത്ത് വെക്കാവുന്നതാണ്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. വെജിറ്റബിൾസ് വേവിച്ചതിന് ശേഷം നമുക്ക് വെജിറ്റബിളും ഈ ഒരു ബേസിക് ഗ്രേവിയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ കൺസിസ്റ്റൻസിയിൽ വെള്ളം ചേർത്ത് നമുക്ക് ഒരു കറി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബേസിക് ഗ്രേവി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇനിയിപ്പോൾ സ്കൂൾ ഓപ്പൺ ആണ് വരുന്നത്. ഇതുപോലെ നമുക്ക് വൈകുന്നേരങ്ങളിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് നമുക്കൊരു ചപ്പാത്തിക്ക് ഒരു കറിയൊക്കെ ആക്കി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ ഓപ്പൺ ആകുന്ന സമയത്ത് ഞാൻ ഇത് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് നമുക്ക് ഈവനിങ് തയ്യാറാക്കിയിട്ട് മോർണിംഗ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബേസിക് ഗ്രേവി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.